ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. രാവിലെ മീൻകാരൻ ചേട്ടൻ വന്നിട്ടുണ്ട്. എന്താണ് മീൻ നോക്കാം. അപ്പം ഇന്ന് മത്തിയുണ്ട്, സൂതയുണ്ട്, അയിലയുണ്ട്. അപ്പം സൂതയും അയില അത്ര പോരാ, അതുകൊണ്ട് മത്തിയാണ് വാങ്ങിയത്. പിന്നെ മോൾക്കും ഇവിടെ ഹസ്ബൻഡിനും ഒക്കെ മത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മത്തി വാങ്ങി. ഇത് ഞങ്ങൾക്കല്ല കേട്ടോ, ഇത് അപ്പുറത്തെ വീട്ടിലായിരിക്കാണ്. അവർക്ക് വെട്ടുന്നത് കണ്ടു പോയി നോക്കിയതായിരുന്നു. അങ്ങനെ അച്ഛനും മോളും കുറച്ച് നേരം മുറ്റത്തൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. എന്തൊക്കെയോ അവൾ പറയുന്നുണ്ട്. വീഡിയോ എടുക്കുന്ന കണ്ടപ്പം ഉണ്ടോ എന്തൊക്കെയോ കളിക്കും. അങ്ങനെ മോൾക്ക് കഞ്ഞി കൊടുത്തു. അവൾക്ക് ഒറ്റയ്ക്ക് തന്നെ കുടിക്കണം കേട്ടോ, ഭയങ്കര വാശിയാണ്. ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യണം. അങ്ങനെ ഞാൻ മീൻ വെട്ടാണ്. മത്തി വെട്ടൽ വലിയൊരു ടാസ്ക്കാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനുള്ളതല്ലേ, വെട്ടിയല്ലേ പറ്റൂ. അങ്ങനെ മത്തിയൊക്കെ വെട്ടി വൃത്തിയാക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും മത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണല്ലോ. വെട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് അത് വേറെ കാര്യം. എന്നാലും ആ ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ എന്തായാലും മത്തി വെട്ടാൻ ഇഷ്ടപ്പെടും. അപ്പോൾ മീനൊക്കെ മുറിച്ചു കഴിഞ്ഞ് അങ്ങനെ കുറച്ചധികം മീനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നാളേക്ക് കൂടെ കുറച്ച് വെച്ചു. അങ്ങനെ ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ, അമ്മയില്ല. അതുകൊണ്ട് കുറച്ച് മീൻ കറിക്കും കുറച്ച് പൊരിക്കാനും കൂടെ മാത്രം എടുത്ത് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു. അങ്ങനെ മത്തീനെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചു. ഇനി അത് തേങ്ങ അരച്ച് കറിയും ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ കുറച്ച് മത്തി പൊരിക്കണം. ഇവിടെ പൊരിയാണ് പ്രധാനം. അങ്ങനെ പൊരിക്കാൻ വേണ്ടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ചിക്കൻ മസാല ഇടും കേട്ടോ. അങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടോയെന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഒരു പ്രത്യേക ടേസ്റ്റാണ് അത്. അപ്പം അങ്ങനെയാണ് ഞാൻ മത്തി പൊരിക്കുന്നത്. അതിൽ കുറച്ച് പുളീൻ്റെ വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് പൊരിച്ചെടുക്കും. അങ്ങനെയാണ് മത്തി. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ മീൻകറിയും അതുപോലെ തന്നെ. മീൻകറി നോർമലി നമ്മൾ കണ്ണൂർക്കാരിങ്ങനെയാണ് ഉണ്ടാക്കുക. കോഴിക്കോടുകാർ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. കണ്ണൂരുകാർ ഇങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കുക. ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് മീനിലേക്ക് തക്കാളി, ഉള്ളി, ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ട് തേങ്ങ ചേർത്തു. തേങ്ങയൊക്കെ ഞങ്ങൾ ഒന്നിച്ച് ചേർത്ത് അങ്ങനെ തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇവിടെ കോഴിക്കോട് അമ്മ ആദ്യം തക്കാളിയും ഉള്ളിയും മുളകൊക്കെ ഇട്ടിട്ട് ആദ്യം അത് ഒന്ന് വേവിച്ചതിന് ശേഷം മീനിട്ടിട്ട് പിന്നെയാണ് തേങ്ങ അരച്ചത് ചേർക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ നേരെ തിരിച്ചാണ്, എല്ലാം കൂടെ ആദ്യം ഒന്നിച്ച് ഒഴിച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. പിന്നെ മത്തി പൊരിക്കുകയാണ്. കുറച്ച് നേരം മിക്സ് ചെയ്തിട്ട് വെക്കാനൊന്നും ടൈം ഉണ്ടായില്ല. വേഗം തന്നെ അതും പൊരിച്ചെടുക്കുകയാണ്. കാരണം മോള് അവിടെ ഞാൻ ഇരുത്തിയിട്ടാണ് മോളെ നോക്കുന്നത്. അവൾ എപ്പോഴാണ് കരച്ചിൽ തുടങ്ങുകയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പണി തീർക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ കുറച്ച് മത്തി എടുത്ത് പൊരിക്കാനിട്ടു. അങ്ങനെ മത്തിയൊക്കെ നല്ലോണം പൊരിഞ്ഞ് വരുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ഒരു മസാല ഉണ്ടല്ലോ, അതും കൂടെ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ മത്തി അവിടെ കിടന്ന് പൊരിയട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് കറി എന്തായെന്നുള്ളതും കൂടെ നോക്കാം. ഓക്കെ. അപ്പോൾ കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട്. മോളെന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. അങ്ങനെ അവളോട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരുന്ന് അവളെ ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ് കേട്ടോ. ഇന്നലെ ഒരു ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞൊരു വേർഡ് പറഞ്ഞു കൊടുത്തതിന് ശേഷം അതന്നെ ഉള്ളൂ വായിൽ. അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കറിയായി, മീൻ പൊരിച്ചതായി. അങ്ങനെ ഇനി എനിക്ക് മോളെ കുളിപ്പിക്കാനുള്ള വെള്ളം ചൂടാക്കണം. അങ്ങനെ അവളെ കുളിപ്പിക്കണം, ഫുഡ് കൊടുക്കണം. അങ്ങനെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ. ഇത്രയുള്ള വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.